സെൻട്രിങ്ങിന്റെ പണിക്ക് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്. അത് ഒരുപാട് കാലം വാർപ്പിന്റെ പണിക്കൊക്കെ ഹെൽപ്പറായിട്ട് പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാലം ചെയ്ത് അതിനുശേഷം ഹോട്ടൽ മേഖലയിൽ ഒരുപാട് കാലം ക്ലീനിങ് സ്റ്റാഫായിട്ടൊക്കെ അങ്ങനെ ജോലി ചെയ്ത് നോക്കി. അങ്ങനെ ഒരുപാട് കാലം ജോലി ചെയ്ത് അതിനുശേഷമാണ് വണ്ടിയുടെ ഒക്കെ സ്പ്രേ പെയിന്റിങ് മേഖലയിൽ ഒരുപാട് കാലം മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ മേഖലയിൽ പണിയെടുക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിനടുത്തുള്ള വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങളൊരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ ഒരു പുതിയ വണ്ടി എടുക്കുന്നുണ്ട്, ടിപ്പറാണ്. അന്ന് ടിപ്പർ ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഒരു വണ്ടി ഇറക്കുന്നുണ്ട്. ആ വണ്ടിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണം. പിന്നെ അങ്ങനെയാണ് ടിപ്പർ മേഖലയിലേക്ക് കുറ്റ്യാടിയിൽ 5 വർഷത്തോളം ടിപ്പർ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ 5 വർഷത്തോളം ജോലി ചെയ്ത് അതിനിടക്കാണ് നാട്ടിലുള്ള എൻ്റെ സുഹൃത്ത് ഗൾഫിലാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഗൾഫിലൊരു വിസ ഉണ്ട്, ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ പിന്നെ ഒരു വിസ ഉണ്ട്, ഒരു വേക്കൻസി ഉണ്ട്, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ഇത്രയും കാലം പണിയെടുത്തിട്ട് നീക്കിയിരിപ്പോ ഒരു സേവിങ്സോ ഇല്ലാത്തതുകൊണ്ട് ഗൾഫിൽ പോയാൽ കുറച്ചുകൂടി വരുമാനം കിട്ടും എന്നുള്ള ഈ പ്രതീക്ഷയോട് കൂടി അങ്ങനെ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പിന്നെ ഷോപ്പ് വേറെ ഷോപ്പിലായിരുന്നു, ഞാൻ വേറെ ഷോപ്പിലായിരുന്നു. 1 മാസത്തോളം ഗൾഫിൽ ജോലി ചെയ്ത സമയത്താണ് എനിക്ക് വിസ തന്ന സുഹൃത്തിന് പെട്ടെന്ന് വിസ ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്ന്. അങ്ങനെ ഞാൻ ഒറ്റക്കായി. എനിക്ക് അറിയുന്ന പരിചയക്കാരുമില്ല. ആകെ ഉണ്ടായിരുന്ന സുഹൃത്ത്, എന്നെ കൊണ്ടുപോയ സുഹൃത്ത് മാത്രമേ ഗൾഫിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റക്കായി. അവിടെ നിന്ന് എൻ്റെ ഷോപ്പിൽ നിന്ന് ഈ സാൻഡ്വിച്ച് മേക്കിങ്ങും ജ്യൂസ് മേക്കിങ്ങും ആയിരുന്നു, എനിക്ക് ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആ പണിയൊക്കെ പഠിച്ച് 6 മാസം കൊണ്ട് ആ പണിയൊക്കെ പഠിച്ച് ഷോപ്പിന്റെ ഉത്തരവാദിത്വം ഈ ഷോപ്പിന്റെ ഓണർ എന്നെ ഏൽപ്പിച്ചു തന്നു. അപ്പോൾ നീ ചെയ്യണ കാരണം വെച്ചാൽ പിന്നെ ഷോപ്പിന്റെ ഓണർക്ക് വേറെ പല സൈഡ് ബിസിനസ്സും ഗൾഫിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഷോപ്പിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ 2 വർഷത്തോളം ഗൾഫിൽ പണിയെടുത്ത് ഡ്യൂട്ടി വെച്ചാൽ 4 മണി മുതൽ വൈകുന്നേരം 4 മണി മുതൽ രാവിലെ 4 മണി വരെയായിരുന്നു ഡ്യൂട്ടി. അങ്ങനെ 2 വർഷത്തോളം പണിയെടുത്ത് പിന്നെ 2 വർഷം കഴിഞ്ഞാൽ വിസ പുതുക്കണമല്ലോ. അങ്ങനെ വിസ പുതുക്കി നാട്ടിൽ വന്നു. നാട്ടിൽ 1 മാസം നിന്ന് വീണ്ടും ഗൾഫിൽ തന്നെ തിരിച്ചു പോയി. വീണ്ടും ഷോപ്പിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ വീണ്ടും 2 വർഷം ഗൾഫിൽ നിന്ന് 2 വർഷത്തോളം തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു തീരുമാനമായിട്ടാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. ഇനി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗൾഫിൽ പോകില്ല, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിൽ ഞാൻ പോകില്ല, തിരിച്ച് പോകില്ല എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് നാട്ടിൽ വരുന്നത്. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ നിന്ന് നാട്ടിലുള്ള ഒരു സുഹൃത്തിന്റെ കെയർ ഓഫ് വയറിംഗ് മേഖലയിൽ ഹെൽപ്പറായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം പിന്നെ വയറിംഗ് മേഖലയിൽ പണിയെടുത്ത സമയത്ത് 6 മാസം കൊണ്ട് ഇതിന്റെ മെത്തേഡൊക്കെ വയറിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ ഒക്കെ പണി പഠിച്ച് സ്വന്തമായിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ അങ്ങനെ പരിചയപ്പെട്ട വ്യക്തിയാണ്. വയറിംഗ് മേഖലയിൽ പിന്നെ ഒന്നിച്ച് പണിയെടുത്ത ആളാണ് ബിജു. ആ ബിജുവായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ബിജു എന്നെ വിളിക്കുന്നത്. എന്നോട് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ബിജുവിന് കറക്റ്റായിട്ട് എനിക്ക് അറിയാം ഞാൻ എവിടെ ഉണ്ട് എന്നൊക്കെ. അങ്ങനെ ബിജു വിളിച്ച സമയത്ത് ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല, ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞു, ഒരു അരമണിക്കൂർ ആയിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബിജുവും വേറൊരാളും കൂടിയും എൻ്റെ വീട്ടിലേക്ക് വന്നു. ബിജുവിന്റെ കൂടെയുള്ള ആളെ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. ഇങ്ങനെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ടീമായിട്ട് ചെയ്യുന്നൊരു ബിസിനസ്, അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിനെ പറ്റി പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത്
അങ്ങനെ പരിചയപ്പെടുത്തിയ സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്നൊക്കെ എന്നോട് സംസാരിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ ഈ ബിസിനസ് പറ്റി മനസ്സിലാക്കി എന്നോട് പറഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, 5,000 രൂപ വേണമായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ബിജു അന്ന് ബിസിനസ് പരിചയപ്പെടുത്തിയത് ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന സജി സാറായിരുന്നു. ഞാൻ സജി സാറെ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അവർ പോയി, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. ബിജു സജി സാറും കൂടി വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് ഇതിനെ പറ്റി ബിസിനസ്സിനെ പറ്റി സംസാരിച്ച് എന്നോട് പറഞ്ഞു പൈസ റെഡി ആയിക്കോന്നു. ഞാൻ പറഞ്ഞു പൈസ ഇപ്പം കയ്യിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞ് 1000 രൂപ അഡ്വാൻസ് തരികയാണെങ്കിൽ നാളെ പുതിയ കണക്ഷനൊക്കെ വരുന്നുണ്ട്, ആ കണക്ഷനൊക്കെ നിങ്ങളെ താഴെ വരുന്ന സമയത്ത് അത് നിങ്ങളെ കച്ചവടമായിട്ട് മാറും, പിന്നെ ഇപ്പം നിങ്ങൾ അഡ്വാൻസ് തരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 1000 രൂപ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്ത് അഡ്വാൻസ് കൊടുത്തു. അതിനുശേഷം അവർ വീണ്ടും പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ബിജു എന്നെ വീണ്ടും വിളിക്കുന്നത്. എന്നോട് പറഞ്ഞ് ഈ വയനാട് ക്രസന്റ് റിസോർട്ടിൽ വെച്ചിട്ട് ഒരു RTP പ്രോഗ്രാം ഉണ്ട്, 2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കായക്കൊടി നിന്നാണ് വണ്ടി ഉള്ളത്. ഞാൻ കായക്കൊടിക്ക് രാവിലെ 5 മണിക്ക് കായക്കൊടിക്ക് പോയി. അവിടുന്ന് 12 പേര് ഉള്ള ഒരു ടീമായിരുന്നു. ഞങ്ങൾ ജീപ്പിൽ പോകുന്ന സമയത്ത് വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് തൊട്ടിൽപ്പാലത്ത് വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഓഫായി പോയി, സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടൗണിലിറങ്ങി. തൊട്ടിൽപ്പാലം ടൗണിൽ വെച്ചാണ് വണ്ടി ഓഫായി പോകുന്നത്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഞാനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അടുത്ത ബസ്സിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് കയറാന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ബസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, രാവിലെ ആണെന്ന് ബസ് കുറവായതുകൊണ്ട് തന്നെ 10 മിനിറ്റ് അവർ വേറെ വണ്ടി ഏർപ്പാട് ചെയ്തു. ഞങ്ങൾ വയനാട് പ്രോഗ്രാമിലേക്ക് പോയി. അങ്ങനെ 2 ദിവസം ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് വരുന്നത്. ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ആയിരിക്കും, മൈലേജ് സ്റ്റൈൽ ബിസിനസ് ആയിരിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ബാങ്കിൽ ലോണിന് കൊടുത്ത സമയത്ത് ഒരാഴ്ച കൊണ്ട് ലോൺ റെഡിയായി. അങ്ങനെ സജി സാറെ ബിജു എന്നെ വിളിച്ചില്ല, സജി സാറെ വിളിച്ച സമയത്ത് ഞാൻ പൈസ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സജി സാറ് വീട്ടിൽ വന്ന് പൈസയൊക്കെ മേടിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 15,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഒരു ലിസ്റ്റായിരുന്നു, മനസ്സിലാണ്, ഞാൻ എഴുതിയൊന്നും വെച്ചില്ല, മനസ്സിലുള്ള ലിസ്റ്റായിരുന്നു. അടുത്ത അയൽവാസികളോടും അടുത്ത ബന്ധുക്കളോടും അടുത്ത സുഹൃത്തുക്കളോടും പറയാമെന്നുള്ളൊരു മനസ്സിൽ എനിക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അയൽവാസികളോടൊക്കെ ബിസിനസ് പറഞ്ഞു. ആരും ഈ ബിസിനസ് ഏറ്റെടുത്തില്ല, എൻ്റെ കൂടെ ആരും നിന്നിട്ടില്ല തുടക്ക സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അനുജനുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ അനുജന് ഇത് കേട്ട സമയത്ത് മാറിയുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്കില്ലല്ലോ, എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ, ബിസിനസ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ അനുജൻ 15,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് 3 ID ക്രിയേറ്റ് ചെയ്ത് അനുജന്റെ കൂടെ നിന്നു. അങ്ങനെ അനുജനിലൂടെയും ആളുകൾ ടീമായിട്ട് വരാൻ തുടങ്ങി. എന്നിലൂടെയൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കായി. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് കയറി സ്റ്റാറിന് റാങ്കിലെത്തി. അതുപോലെ തന്നെ റൂബി റാങ്കിലാണ് ഞാൻ പെർഫോമൻസ് വിത്ത് EC റാങ്ക് അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് ഇങ്ങനെ കയറി പയ്യെ ആണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ബിസിനസ് കയറാൻ തുടങ്ങി. TC-ന്ന് ATC-യിലേക്ക് വന്ന് ഇന്ന് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്നു. തുടക്ക സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ബിസിനസ്സാണ് ഇതെന്നും, ഈ ബിസിനസ് പറ്റി മനസ്സിലാക്കാനും പിന്നെ അത് ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കാനൊന്നും എനിക്ക് ബിസിനസ് പറ്റിയ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ മീറ്റിങ്ങും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു വലിയ ബിസിനസ്സാണെന്ന് മനസ്സിലാക്കാനും
ഇതിൽ നിന്ന് വരുമാനം മേടിക്കുന്ന ഒട്ടനവധി ലീഡേഴ്സിന് പരിചയപ്പെടാനും അവരെ പറ്റി സംസാരിക്കാനും അവരുടെ കൂടെ ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസ്സിൽ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നാണ് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തുടക്കഘട്ടത്തിൽ ഞാൻ വിഭാഗ ഇംഗ്ലീഷ് മെഡിസിൻ കാണിച്ചിട്ട് ഒരുപാട് കാലം വർഷങ്ങളോളം കാണിച്ചിട്ട് അസിഡിറ്റി വായിലും വയറ്റിലും പുണ്ണായിട്ട് മാറാത്ത ഒരു ലേഡി എൻ്റെ ഫാമിലി തന്നെയാണ്. ലേഡിക്ക് വർഷങ്ങളോളമുള്ള പ്രശ്നം നമ്മുടെ പ്രൊഡക്റ്റ് ലിവാഗൈൻ ലിക്വിഡ് ക്യാപ്സ്യൂള് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 3 മാസം അവർക്ക് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഇന്ന് എനിക്ക് വീട്ടിൽ കിട്ടിയ റിസൾട്ടും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് അവസാനിപ്പിക്കും. വീട്ടില് 95 ഉപയോഗിച്ചിട്ട് എൻ്റെ അച്ഛന് ക്യാൻസർ മാറിയ റിസൾട്ടാണ്. അച്ഛൻ്റെ തുടക്കഘട്ടത്തിൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിട്ടാണ് തോന്നുന്നു മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ബാത്റൂമിൽ പോകാനുള്ള പ്രയാസം. അങ്ങനെ നാട്ടിലുള്ള കുട്ടിയാടിയുള്ള സർജനെ കാണിച്ചിട്ട് അയാൾ വിചാരിച്ച് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇൻഫെക്ഷനുള്ള ഗുളിക ഡോക്ടർ കൊടുത്ത് കൊടുത്ത സമയത്ത് അത് വാങ്ങിയിട്ട് അച്ഛൻ തിരിച്ചു പോയി. വീട്ടിലേക്ക് വന്ന് അത് ഉപയോഗിച്ചിട്ട് മാറ്റമില്ല. വീണ്ടും പോയിട്ട് കാണിക്കും. വയറ്റിൽ പോകുന്ന ലിക്വിഡ് കൊടുത്ത് അതൊന്നും ഉപയോഗിച്ചിട്ട് ഒരു മാറ്റമില്ലാണ്ടായ ഡോക്ടർ പറഞ്ഞ് ഒരു PS എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അച്ഛനോട് ഭയങ്കര പ്രയാസമായിരുന്നു. ബാത്റൂമിൽ പറ്റുന്നില്ല, മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ PS എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ ടെസ്റ്റില് ഇത് സ്റ്റേജ് മാറിയിട്ടുണ്ട്, ക്യാൻസർ ആയിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ എഴുത്തറാണ്. അങ്ങനെ എഴുത്തും കൊണ്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണിച്ച് അവിടുന്ന് ഗ്യാസ്ട്രോളജി, യൂറോളജി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഡോക്ടർമാരെയും കണ്ട് അവസാനം കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊളോണോസ്കോപ്പിക്ക് ഒരു ഡേറ്റ് തന്ന് ആ ഡേറ്റിന് ഞങ്ങൾ കൊളോണോസ്കോപ്പി ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ടെസ്റ്റ് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഡോക്ടറെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് തന്ന സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചു ഇതിലെന്തെങ്കിലും മരുന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും പുറത്തിറങ്ങി ഞാൻ വീണ്ടും കയറിയിട്ട് ഡോക്ടറോട് ചോദിച്ചു, സാറേ ഇതിലെന്തെങ്കിലും മരുന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് ഈ അസുഖം എന്താണെന്ന് മനസ്സിലാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്നാണ്. നമ്മൾ പറഞ്ഞത് ക്യാൻസർ ആണ്, അപ്പൊ ഇതിന് മരുന്നൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ ഞാൻ എഴുതി തരാം. അച്ഛനിപ്പോൾ വേദന ഉണ്ടെങ്കിൽ വേദനയുള്ള സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പാരസെറ്റമോൾ ഉണ്ട്, അതുകൊണ്ട് എഴുതി തരാം. അപ്പൊ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് പാരസെറ്റമോൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് സൈഡ് എഫക്റ്റ് ആവും, അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന സമയത്ത് സർജനെ കാണിക്കണം, ക്യാൻസർ സെന്ററിൽ സർജനെ കാണിച്ചിട്ട് ഡേറ്റിന് ഒരു ഡേറ്റ് തരാം, ആ ഡേറ്റിന് സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അന്ന് മുതൽ ഞാൻ അച്ഛന് കൊടുത്ത പ്രൊഡക്റ്റാണ്, നമ്മുടെ പ്രൊഡക്റ്റാണ് 95 എന്ന പ്രൊഡക്റ്റ്. 95 എന്ന പ്രൊഡക്റ്റ് അന്ന് മുതൽ ഞാൻ കൊടുക്കാൻ തുടങ്ങിയാണ്. അതിനിടയ്ക്ക് 25 റേഡിയേഷനോ 8 കീമോ ചെയ്തിട്ടുണ്ട്. കീമോ ഇഞ്ചക്ഷൻ ചെയ്ത് 7 ഇഞ്ചക്ഷൻ ചെയ്ത് കീമോയുടെ ഇഞ്ചക്ഷൻ ചെയ്ത് 8ാമത്തെ എടുക്കാൻ നോക്കുമ്പോൾ രക്തക്കുറവുള്ളതുകൊണ്ട് 8ാമത്തെ കീമോ ചെയ്തില്ല. ക്യാപ്സ്യൂൾ തരാം, ഇത് കഴിച്ചാൽ എന്നിട്ട് സർജനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ സർജനെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ നിർബന്ധമാണ്, പിന്നെ നിങ്ങൾക്കൊരു ഡേറ്റ് ഞാൻ തരാം, ആ ഡേറ്റ് നിങ്ങൾക്ക് റെഡി ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ നവംബർ 2-ാം തീയതിക്ക് ഡേറ്റ് തന്നു. അതിനിടയ്ക്ക് 25 റേഡിയേഷനും 8 കീമോ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ സർജനെ കാണിച്ച സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷൻ റെഡി ആയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാറേ മരുന്ന് കൊണ്ട് മാറൂലേ? നാളിപ്പോൾ ഞാനും അനുജനേ ഉള്ളൂ വീട്ടിൽ, മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റൂല എന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എന്നാലും ഒരു പെറ്റ് സ്കാൻ ഉണ്ട്, പെറ്റ് സ്കാൻ എടുത്തിട്ട് നിങ്ങൾ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാനിന് മെഡിക്കൽ കോളേജിൽ 15,000 രൂപയും പുറത്തുള്ള
ആശുപത്രികളിൽ 40,000 മുകളിലും ആണ് അതിന്റെ ടെസ്റ്റ് വില. അങ്ങനെ അവിടുന്ന് ചെസ്റ്റ് സ്കാൻ ചെയ്ത് സർജനെ കാണിച്ച സമയത്ത് 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് സർജനെ കാണിച്ച സമയത്ത് സ്കാനിങ്ങിൽ യാതൊരു ക്യാൻസറിന്റെ അണുക്കൾ പോലും ശരീരത്തിൽ ഇല്ല എന്നുള്ള ഒരു റിസൾട്ട്. അങ്ങനെ പിന്നെ ഡോക്ടർക്ക് സംശയം തീർന്നില്ല, ഇതെങ്ങനെ സംഭവിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു റിസൾട്ട് അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ കേസ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇതോ ഡോക്ടർ സംശയം തീരാത്തതുകൊണ്ട് വീണ്ടും ഡോക്ടർ അച്ഛനോട് അകത്ത് കയറി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന്റെ മുന്നേ ഒക്കെ അച്ഛൻ സമ്മതിക്കാണ്ട് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഉള്ള ആളായിരുന്നു. ചെക്ക് ചെയ്ത സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് അന്ന് അച്ഛൻ ഇറങ്ങി വന്നു. അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് വേദനയായിട്ടുണ്ടോ? ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ആഴ്ചയും അടുത്ത മാസം കാണിക്കണം. എല്ലാ മാസവും ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഇതുവരെ ഓപ്പറേഷൻ നവംബർ 2-നുള്ള ഓപ്പറേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. വേണ്ടെന്നുള്ള രീതിയിലേക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്, ഞാൻ പറയുന്ന 95 മാത്രം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടാണ് 9 മാസം ഞാൻ കൊടുക്കുന്നത്. ജനുവരി മുതൽ 12 മാസമല്ല, 9 ഇപ്പൊ 10ാമത്തെ ബോക്സ്, 9 ബോക്സ് ചേർന്ന് 10ാമത്തെ ബോക്സ് ഇന്ന് വാങ്ങാൻ പോകണം. അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് പൈസ ഉണ്ടായിട്ടൊന്നും വാങ്ങിക്കൊടുത്തല്ല. നമ്മളെ അറിയാലോ 95ന്റെ റേറ്റ് ഒക്കെ. അപ്പോൾ ഈ ഒരു റിസൾട്ട് കൂടി ഈ ഒരു റിസൾട്ടാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്, അതിന്റെ ഒരു പോരായ്മയൊക്കെ ഉണ്ട്. പിന്നെ വേറെ വെച്ചാല് ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വാഹനം, ഒരു ബുള്ളറ്റ് സ്വന്തമായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇറങ്ങുന്നതായിരുന്നു. ചെറിയ പേപ്പറിന്റെ വിഷയം കൊണ്ട് നീണ്ടുപോയതാണ്. അടുത്ത മാസം ഈ ജനുവരിയോടുകൂടി പുതിയ ബുള്ളറ്റിലേക്ക് മാറും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് STC റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ ഇങ്ങനെ മണിക്കൂറുകളോളം നിങ്ങളെ മുന്നിൽ 5 മിനിറ്റാണ് 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ റാങ്കിനേക്കാളും ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാനിത് ഈ ബിസിനസ് വന്നത് മാത്രമാണ്, സിസ്റ്റം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത്. അല്ലാണ്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയൊന്നല്ല. എങ്ങനെ സംസാരിച്ച് വലിയ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ഒരാളായിട്ട് മാറണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. റാങ്കിനെക്കാട്ടും വലുത് എനിക്ക് ഏറ്റവും വലുത് ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ച് ഒരു ട്രെയിനറായിട്ട് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് നിരന്തരം ട്രെയിനിങ്ങും പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. അത് ലീഡേഴ്സ് എന്താണോ പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരംപതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പിന്നെ എത്ര സമയം സംസാരിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോ കൂടുതലായിട്ട് ഒന്നും ഈ അവസരത്തിൽ പറയാനില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.